ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇപ്പോൾ എൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും തിരുവചനമായ ദിവസത്തിനായിരിക്കാൻ നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നാം തുടർമാനം വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എപ്പോഴും എല്ലാ മെസ്സേജിലും പറയുന്നത് പോലെ കൂടെ ഞാൻ പറയുന്നില്ല. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വചനം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്, ബ്ലെസ്സിങ്സാണ്. വചനമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. കർത്താവ് സാത്താനെ ജയിച്ചത് കർത്താവിൻ്റെ വചനം കൊണ്ടാണ്. സ്വതം നമ്മുടെ വേദനയിലും ദുഃഖത്തിലും ശത്രു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഓരോ പരീക്ഷണത്തിലും നമുക്ക് ജയിക്കാൻ കഴിയുന്നത് കർത്താവിൻ്റെ വചനമാണ്. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ വചനം നമ്മളെ ഹൃദയപ്പലകയിൽ എഴുതിയിടുവാൻ ദൈവം നമ്മളെ സഹായിക്കണേ. അതുകൊണ്ട് ഇപ്പോൾ തുടർമാനമായ വഹിക്കുന്ന വാചനത്തിൽ നിങ്ങളെൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് 1 തീമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം. നിന്നയിലും പിശാചിൻ്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവരുമായിരിക്കണം. ആ വണ്ണം സ്ത്രീകൾ കനശാലികളും ഏഷണി പറയാത്തവരും നിർദ്ധരും എല്ലാറ്റിനും വിശ്വസ്തരും ആയിരിക്കണം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. തിരുവചനമായ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ നല്ല കൃപയ്ക്കായ സ്തോത്രം. വീണ്ടും വചനമായി ഞങ്ങൾ മുമ്പിലേക്കുമ്പോൾ കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. നിൻ്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും കർത്താവേ വിടുതലുമായി തീരുവാൻ സ്വർഗം സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ പൗലോസ് നേരത്തെ അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ തീമോഥെയോസിന് പറയുമ്പോൾ ശുശ്രൂഷകൾ എങ്ങനെ ആയിത്തീരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലക്കാർ എങ്ങനെ ആയിത്തീരണം എന്ന് പറയുമ്പോൾ തന്നെ 3-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയുന്നു, സഹോദരിമാർ എന്തായിത്തീരണം. ആവണം സ്ത്രീകൾ, സഹോദരിമാർ, മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എന്തായിത്തീരണം എന്നാണ് കർത്താവ് പറയുന്നത്. ആവണം സ്ത്രീകൾ കനശാലികളും ഏഷണി പറയാത്തവരും നിർദ്ധരും എല്ലാറ്റിനും വിശ്വസ്തരുമായിരിക്കണം. സ്തോത്രം. കനശാലികളായിരിക്കണം. ഏത് കാര്യത്തിലും നല്ല ധൈര്യത്തോടെ ഏത് കാര്യവും ഫേസ് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. മറ്റൊന്ന് പറയുന്നത് ഏഷണി പറയരുത്. സ്തോത്രം. 2 സഹോദരിമാർ കൂടിയിരിക്കുമ്പോൾ മറ്റുള്ളവൻ്റെയും മറ്റു സഭയുടെയും മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുത്തരുത്, ദൂഷണം പറയരുത് എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത്. അത് വളരെ ശക്തമായി പൗലോസ് സഹോദരിമാരെ ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. മാത്രമല്ല ഭർത്തൃപ്രിയരായി തീരണം. ഹല്ലേലൂയ. സ്വന്തമായി നമ്മെ തന്നെ അലങ്കരിക്കണം. എങ്ങനെ വിശുദ്ധിയിൽ നാം ആയിത്തീരണം എന്നൊക്കെയും പൗലോസ് വളരെ വ്യക്തമായി മറ്റുള്ള അഭിപ്രായ ലേഖനം മറ്റ് അധ്യായത്തിലേക്കൊക്കെ നമ്മൾ വായിക്കും. എഫെസ്യ ലേഖനത്തിലൊക്കെയും വളരെ ശക്തമായിട്ട് പൗലോസ് പറയുന്നുണ്ട്. പിതാക്കന്മാരെങ്ങനെ തീരണം, അമ്മമാരെന്തായിത്തീരണം, ഹല്ലേലൂയ, അതേപോലെ കുഞ്ഞുങ്ങൾ എന്തായിത്തീരണം, ഓരോരുത്തരും ചെയ്യേണ്ട കടമകളെക്കുറിച്ച് എഫെസ്യ ലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത് ഒന്നാമത് നാം കലശാലികളായിത്തീരണം, രണ്ടാമത് നമ്മൾ ഏഷണി പറയാത്തവരായിത്തീരണം, 3 നാം നിർമ്മതരായിത്തീരണം. കാരണം നാം 4-ാമത് പറയുന്നു എല്ലാറ്റിനും വിശ്വസ്തരായിത്തീരണം. ഈ 4 ക്വാളിറ്റികൾ മെയിനായിട്ടും സഹോദരിമാരായി നമ്മുടെ ജീവിതത്തിൽ ഉണവാൻ ഇടയായിത്തീരട്ടെ. നമ്മെ തന്നെ ശുദ്ധീകരിക്കുക, നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കനശാലികളായി തീരുവാൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ നാം ഇടയായിത്തീരട്ടെ. ഹാനിനെക്കുറിച്ചും രൂത്തിനെക്കുറിച്ചും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥന ജീവിതത്തിലൊക്കെയും മുൻകൂറായി നിന്നവരെക്കുറിച്ചും കാണുവാൻ കഴിയുന്നുണ്ട്. വചനത്തിലൊക്കെയും വളരെ പ്രാധാന്യം മറിയയെക്കുറിച്ചും മാർത്തയെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒത്തിരി സ്ത്രീകളെക്കുറിച്ച് നമുക്ക് വചനത്തിൽ കൂടി പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഒക്കെ അവരെക്കുറിച്ച് അവരൊക്കെ ജീവിതത്തിൽ നാം കാണുന്നത് പ്രാർത്ഥനാ ജീവിതത്തിലെ കുറിച്ച് കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഘനശാലികളായിരുന്നു. അവരൊക്കെയും പ്രാർത്ഥനയെ കൂടെ ദൈവരാജ്യത്തെ നേടിയത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രമാകിയാൽ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ കൂടെ നാം ഘനശാലികളായി ഏഷണി പറയാത്തവരായി ദൈവത്തിന് വേണ്ടി നിർമ്മലതയോടെ നിഷ്കളങ്കതയോടെ നിൽപ്പാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഓരോ ദിവസവും നമ്മെ തന്നെ ശോധന ചെയ്ത് ഹല്ലേലൂയ അനേകരെ ഇന്നത്തെ കാലഘട്ടത്തിൽ സഹോദരന്മാരെക്കാൾ ഏറെ നമുക്ക് ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിപ്പാൻ കഴിയും. സ്തോത്രം. ആകിയാൽ ദൈവരാജ്യത്തിന് ഒരു കലാശാലികളായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അനേകരെ ദൈവരാജ്യത്തിലേക്ക് നേടുന്നവരായി നാം തീരട്ടെ. സ്തോത്രം.
ഹാലുടെ അതോടൊപ്പം തന്നെ ബുദ്ധിപൂർവ്വം ഭവനം പണിയുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലുയ ഈ വചനങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.